അമ്മ ചരിഞ്ഞതോടെ അനാഥനായ കുട്ടിയാനെ തമിഴ്നാട് വനംവകുപ്പ് രക്ഷിച്ചതും ആനക്കൂട്ടത്തിനൊപ്പം വിട്ട വാർത്തയും ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഇതേ തത്സമയം റിപ്പോർട്ടിൽ ഞങ്ങൾ കാണിച്ചിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് ആനക്കൂട്ടത്തെ കണ്ടെത്തി കുട്ടിയാനെ മറ്റൊരു അമ്മയാനയുടെ കൂട്ടത്തിലേക്ക് ചേർക്കുകയായിരുന്നു. പക്ഷേ ആ കുട്ടിയാനെ വീണ്ടും ഒറ്റയ്ക്കായിരിക്കുന്നു എന്നുള്ള വിവരമാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നൊക്കെ വിനയുണ്ണി നമുക്ക് പറഞ്ഞു. വിനയ്, ശരിക്കും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വാർത്ത അത് വിനയ് പറഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നിയിരുന്നു. കാരണം നല്ലൊരു കാര്യമാണ്, തമിഴ്നാട് വനംവകുപ്പിന് അത്രത്തോളം കയ്യടി നൽകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഈ ആനക്കുട്ടി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും പൂജ, കഴിഞ്ഞ മാർച്ച് 3-നാണ് ഈ അമ്മയെ ഒരു പിടിയാന കുറച്ച് ആവശ്യമായ നിലയിൽ ഈ സത്യമംഗലം കാട്ടിൽ ബന്നാരിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ പിടിയാനയ്ക്ക് ചുറ്റും പരമ്പരാന്തിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിയാന. അപ്പോൾ പിന്നീട് ഈ അമ്മയാനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയാനയ്ക്ക് വേണ്ട കെയറൊക്കെ തമിഴ്നാട് വനവകുപ്പ് കൊടുത്തിരുന്നു. പക്ഷേ 2 ദിവസം ചികിത്സ കൊടുത്തിട്ടും മാർച്ച് 5-ന് ഈ പിടിയാന മരിച്ചുപോയി, ചെരിഞ്ഞു. തുടർന്ന് ഈ കുട്ടിയാനയെ എങ്ങനെയെങ്കിലും കാട് കയറ്റണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു തമിഴ്നാട് വനവകുപ്പിന്. അതുകൊണ്ടാണ് മറ്റൊരു ആനക്കൂട്ടത്തിനൊപ്പം ഒരു പിടിയാനെ കണ്ടെത്തി, അതും മൂലവിട്ടുന്ന ഒരു പിടിയാനെ കണ്ടെത്തി അതിനൊപ്പം കയറ്റി വിടാൻ തമിഴ്നാട് വനവകുപ്പ് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി ആ പിടിയാന ഈ കുട്ടിയും കൊണ്ട് കാട് കയറുന്നതുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും ഈ കുട്ടിയാനയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാടിൽ കണ്ടെത്തുകയായിരുന്നു. ആ ആനക്കൂട്ടത്തിൽ നിന്നും ഈ കുട്ടിയാന വേർപെട്ടു. ഇതിന് കാരണമായി പറയുന്നത് 2 ദിവസം മനുഷ്യന്റെ ഒപ്പം സഹവസിച്ചുകൊണ്ടായിരിക്കാം, അതിന്റെ മണത്തിലുള്ള വ്യത്യാസമായിരിക്കാം ആനക്കൂട്ടത്തിനെ ഈ കുട്ടിയാനയെ മാറ്റി നിർത്താൻ കാരണമായതെന്നാണ്. എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വരികളാണല്ലോ, മനതിന് ഉണർന്നത് കൊള്ളത് മനതക്കാതിലല്ല, അതിലും പുനിതമാനത് എന്നുള്ളൊരു വാക്ക്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് വനംവകുപ്പിന് ഈ കുട്ടിയാനോടുള്ള സ്നേഹം മാറുന്നില്ല. കാരണം ഇനി ഈ ആനക്കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ കാട് കയറ്റാനോ ഇവർ ശ്രമിക്കുന്നില്ല. മാത്രമല്ല കുട്ടിയാനെ ഇവർ മുതുമലയിലുള്ള ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി അവിടെയായിരിക്കും ഈ കുട്ടിയാനെ ഇവർ സംരക്ഷിക്കുക. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും സംരക്ഷണവും തമിഴ്നാട് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്നേഹഗാഥകളെല്ലാം തന്നെ തമിഴ്നാട് വനംവകുപ്പിന്റെ സ്നേഹഗാഥകളെല്ലാം തന്നെ നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു ഏട് കൂടിയാണ് ഇനി ഈ കുട്ടിയാനയുടെ എല്ലാ സംരക്ഷണവും തമിഴ്നാട് വനംവകുപ്പിനെ മുതുമലയിലേക്ക് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. അനാഥമാക്കപ്പെടുന്നില്ല ഈ കുട്ടിയാനയുടെ ജീവിതം. ഇനി ഈ കുട്ടിയാനയ്ക്ക് തമിഴ്നാട് വനംവകുപ്പുണ്ട്, അവരുടെ പരിപാലകരുണ്ട്. അവിടെയുള്ള മറ്റ് ആനക്കൂട്ടങ്ങളോടൊപ്പം ഈ കുട്ടിയാനയും ഇനി വളരും എന്നുള്ളൊരു. ഏതായാലും ആദ്യം തന്നെ ഈ രീതിയിൽ കുട്ടിയാനെ ആ ഒരു കൂട്ടത്തിനൊപ്പം ചേർക്കാൻ വനംവകുപ്പ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചെത്തിയതോടുകൂടി ആ ആനക്കുട്ടീനെ അനാഥമാക്കാതെ തന്നെ വീണ്ടും പരിപാലിക്കാനോ അതിനെ നോക്കാനുമുള്ള ശ്രമത്തിൽ തന്നെയാണ് വനംവകുപ്പ്. അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതാണ് വിനയ് നമ്മളോട് പറഞ്ഞത്.